മിഥുൻ വിജയകുമാർ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. പരിഹാസ സ്വഭാവത്തോടുകൂടി ഇരുവരും പറഞ്ഞതിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. പക്ഷേ കടുത്ത എതിർപ്പാണ് അതിൽ ഉയരുന്നത്. ഇരുവരും ഭരണഘടനയുടെ ധാർമ്മികതയെ മറികടന്നു പോയി തങ്ങളുടെ സത്യപ്രതിജ്ഞ ലംഘിച്ചു. ജനങ്ങളെ ചേരിതിരിച്ച് കാണുന്ന തരത്തിൽ ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ ഇകഴ്ത്തുന്ന മട്ടിൽ, ഒരു സംസ്ഥാനത്തെ ഇകഴ്ത്തുന്ന മട്ടിൽ ജോർജ് കുര്യൻ സംസാരിച്ചു എന്ന ആരോപണം ഉയരുന്നു. ഒപ്പം തന്നെ ഗോത്രവർഗത്തിൽ നിന്നുള്ളവരെ അപമാനിക്കുന്ന തരത്തിൽ സുരേഷ് ഗോപി സംസാരിച്ചു എന്ന വ്യാഖ്യാനം രംഗത്ത് വരുന്നു. താങ്കൾ ഈ വ്യാഖ്യാനങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇന്നലെ തന്നെ അവർ നൽകിയിരിക്കുന്ന, മന്ത്രിമാർ രണ്ടുപേരും നൽകിയിരിക്കുന്ന വിശദീകരണങ്ങൾ തൃപ്തികരമാണോ? മിഥുൻ വിജയകുമാർ, നോക്കൂ, ഞാൻ ആദ്യം തന്നെ സുരേഷ് ഗോപിയുടെ വിഷയത്തിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഒരു ഉയർന്ന ജാതിക്കാരൻ, അവർക്ക് ട്രൈബൽ വെൽഫെയറിലേക്കുള്ള ഒരു റെപ്രസെന്റേഷൻ കിട്ടണം ഒരു മിനിസ്റ്റീരിയൽ കപ്പാസിറ്റിയിൽ. അതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു ക്രക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ. പക്ഷെ അതിനെയൊക്കെ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലും എന്താ പറയാ, ഒരു മിസ് റെപ്രസെന്റേഷൻ ആണ് ഇവിടുത്തെ മീഡിയ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? ഇവിടെ ഒരു ഇൻക്ലൂസിവിറ്റി മിനിസ്റ്റീരിയൽ കപ്പാസിറ്റിയിലും വരണം. അപ്പൊ പല ബ്യൂറോക്രാറ്റിക് ലെവലിൽ പല ഈ പറഞ്ഞ പോലെ എന്താ പറയുക, മേനോന്മാരും നായന്മാരും അങ്ങനെയുള്ള പല ക്ലാസിഫിക്കേഷനുള്ള ആളുകൾ വന്നിട്ട് ബ്യൂറോക്രാറ്റിക് ലെവലിൽ ട്രൈബൽ വെൽഫെയറിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നു. അതെന്തുകൊണ്ട് മിനിസ്റ്റീരിയൽ ലെവലിൽ സാധ്യമല്ല എന്നൊരു ചോദ്യമാണ് അവിടെ കിടക്കുന്നത്. അതൊരു എന്താ പറയാ, ഒരു ഇൻക്ലൂസിവിറ്റിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അതിനെ ഇത്രയൊക്കെ വളച്ചൊടിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകളെ മറ്റു രീതിയിലൊക്കെ പ്രസന്റ് ചെയ്ത് ഇവിടെ എന്താ പറയുക, മതം, ജാതി, ഇതിനെല്ലാം കൂടെ കൊണ്ടുവന്ന് മറ്റൊരു രീതിയിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. കാരണം കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരളം ചർച്ച ചെയ്യുന്ന ഒരു വലിയ വിഷയമാണിത്. ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ, അദ്ദേഹം പറഞ്ഞത് 2 കാര്യമുണ്ട്. ഒന്ന്, ട്രൈബൽ വെൽഫെയറിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയാ, അപ്പർ ക്ലാസ്സിൽപ്പെട്ട ഒരാളെ ആളുകൾക്ക് റെപ്രസെന്റേഷൻ കിട്ടണം. മറ്റൊന്ന്, അപ്പർ ക്ലാസ്സുകൾ മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ചില വിഭാഗങ്ങളിലേക്ക് ഈ പറഞ്ഞ പോലെ ട്രൈബൽ കാറ്റഗറിയിൽപ്പെട്ട ആളുകളും വരണം. അപ്പൊ അവിടെയാണ് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അദ്ദേഹം എടുക്കാൻ വേണ്ടി പറയുന്നത്. ഓൾദോ അപ്പർ ക്ലാസ്സിന് വേണ്ടി അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഒന്നും ഇല്ല. പക്ഷെ ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ശ്രീ പിണറായി വിജയന്റെ സർക്കാരിൽ തന്നെ മന്ത്രിമാരായിരുന്ന, അല്ലെങ്കിൽ ഇപ്പം മന്ത്രിയായിരിക്കുന്ന ഇപ്പം ശ്രീ കേളു ആണെങ്കിലും, അല്ലെങ്കിൽ ഇതിനു മുമ്പ് മന്ത്രിയായിരുന്ന ശ്രീ രാധാകൃഷ്ണൻ ആണെങ്കിലും, ഇവർക്കൊക്കെ എന്തുകൊണ്ടാണ് ഈ ട്രൈബൽ വെൽഫെയർ മാത്രം കൊടുക്കുന്നത്? ഇവർക്ക് എന്താ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ലേ? ഇവർ ഇത്രയും, അതായത് രാധാകൃഷ്ണനെ പോലുള്ള ആളുകളൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ള, വളരെ എന്താ പറയുക, കേപ്പബിലിറ്റി ഉള്ള നേതാക്കളാണ്. അദ്ദേഹത്തിന്റെ പേരിലൊന്നും ഒരു ബ്ലാക്ക് മാർക്ക് പോലും ഇല്ലാത്തൊരു നേതാവാണ്. അപ്പം അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഈ ട്രൈബൽ വെൽഫെയർ പോലുള്ള ഒരു കാര്യത്തിലേക്ക് മാത്രം ചുരുക്കുന്നത്? അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണ് മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടാത്തത്? അപ്പം അതിനെ കൂടെ ചൂണ്ടിക്കാണിച്ചല്ലേ സുരേഷ് ഗോപി ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പം അദ്ദേഹം വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ടുവരണം എന്ന് പറഞ്ഞതിനെ ഈ അർത്ഥത്തിലൊക്കെ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിൽ മീഡിയ അതിനെ വ്യാഖ്യാനിച്ച്, മാത്രമല്ല സുരേഷ് ഗോപി എന്ത് ചെയ്താലും വാർത്തയാണല്ലോ. സുരേഷ് ഗോപി ഒരു മാധ്യമ പ്രവർത്തകരുടെ തോളിൽ കൈവച്ച് കഴിഞ്ഞാൽ അത് വാർത്തയാണ്. അല്ലെങ്കിൽ സുരേഷ് ഗോപി മറ്റെന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം BJP ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കേരളത്തിലെ ഒരു എന്താ പറയാ, ഒരു ലക്ഷ്യം, ഒരു ടാർഗറ്റാണ് ഈ പറയുന്ന സുരേഷ് ഗോപി. അല്ലെങ്കിൽ BJPയെ അടിച്ചമർത്തണമെങ്കിൽ സുരേഷ് ഗോപി എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന മീഡിയ വിസിബിലിറ്റി വളരെ വലുതാണ്. അപ്പൊ സുരേഷ് ഗോപി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ ഈ രീതിയിലൊക്കെ വളച്ചൊടിച്ച് ഒരു എന്താ പറയാ, മറ്റൊരു രീതിയിലാക്കി മാറ്റി വലിയ ചർച്ചകളൊക്കെ നമുക്ക് നടത്താവുന്നതാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യം നോക്കുകയാണെങ്കിൽ, അതിന്റെ ഇന്റൻഷൻ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, അദ്ദേഹം പറഞ്ഞതിൽ ഒരു കുഴപ്പമില്ല. കാരണം ഇൻക്ലൂസിവിറ്റിയെ മാത്രമാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. അനിലിനോട് ചോദിച്ചോട്ടെ, ഇവിടെ പണ്ട് നമ്മുടെ KR ഗൗരി ന്യൂസ് 18 ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ന്യൂസ് 18 കേരളത്തിന് 2017 കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിലവർ പറയുന്നുണ്ട് അവർക്ക് എന്തുകൊണ്ട് ഒരു CM സ്ഥാനത്തേക്ക് വരാൻ കഴിഞ്ഞില്ല. അവിടെ ജാതി പൊളിറ്റിക്സ് ആയിരുന്നു ഏറ്റവും വലിയ ഇഷ്യൂ. അന്ന് EMSന്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് അവർ പരാമർശിച്ചത്. അപ്പം ജാതി പൊളിറ്റിക്സ് ഇത്രയധികം എന്താ പറയുക, ഈ ഒരു പാർട്ടിക്കകത്ത് വളർന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാലം മുതൽക്കേ. അന്നേ ഈ പറഞ്ഞ പോലെ ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ചില ആൾക്കാരെ തഴയുക, അവരുടെ വളർച്ചയെ തഴയുക, അതൊക്കെ ഈ പാർട്ടിയിലും ഉണ്ടായിരുന്നു, CPM-ലും ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഇവിടെ വന്നിട്ട് വലിയ രീതിയിൽ ജാതി, മതം, ഇതൊന്നും പാടില്ല എന്ന് പറയുന്നു. അപ്പം അങ്ങനെയുള്ള അതിന്റെ തന്നെ മുതിർന്ന നേതാക്കൾ വന്നിട്ട് ഇങ്ങനെയുള്ള ക്രിറ്റിസിസം ഉയർത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു ആത്മപരിശോധന നടത്തുന്നതിന് പകരം BJPയെ അനാവശ്യമായിട്ട് കരുവാരി തേക്കാൻ വേണ്ടിയിട്ട് ഒരു സുരേഷ് ഗോപിയെ കരുവാക്കുന്നത്? പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഈ ജാതി എന്ന് പറഞ്ഞ ഒരു നോൺ എക്സിസ്റ്റന്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ലോ. ഇപ്പൊ ഞാൻ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ജോർജ് കുര്യനിലേക്ക് കൂടി വരൂ. അതിൽ താങ്കൾ ഇത്രയും സമയം സംസാരിച്ചു. ജോർജ് കുര്യനിലേക്ക് കൂടി വരൂ. ഞാൻ ചോദിച്ചു ഈ ഘട്ടം ഒന്ന് പൂർത്തിയാക്കിയിട്ട് നമുക്ക് അതിലേക്കൊക്കെ പോകാം. തീർച്ചയായും ഞാൻ എല്ലാത്തിനും ഉത്തരം പറഞ്ഞിട്ടേ പോകുള്ളൂ. അപ്പൊ ഞാൻ ഇതിലൊരു വിശദീകരണം തന്നിട്ട് ജോർജ് കുര്യനിലേക്ക് കടക്കാൻ വന്നു. ജോർജ് കുര്യൻ പറഞ്ഞ കാര്യം
ഫണ്ട് അലോക്കേഷന്റെ കാര്യമാണ് ബേസിക്കലി. അപ്പം 15th ഫിനാൻസ് കമ്മീഷന്റെ ഫോർമുല അനുസരിച്ചാണ് ഫണ്ട് അലോക്കേഷൻ ഓരോ സ്റ്റേറ്റിനും നടത്തുന്നത്. അപ്പൊ അതിൽ പോപ്പുലേഷൻ, ഈ പറഞ്ഞ പോലെ ഡെവലപ്മെന്റ് സ്റ്റേറ്റസ്, ടാക്സ് കോൺട്രിബ്യൂഷൻ, ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് ഫണ്ട് അലോക്കേഷൻ നടത്തുന്നത്. ഇവിടെ പറയുന്നത് കേട്ടാത്തൊന്നും കേന്ദ്രം കേരളത്തിനായിട്ട് ഒന്നും നൽകുന്നില്ല എന്നുള്ളത്. ഫിനാൻഷ്യൽ ഇയർ 24-25 കേരളം കൈപ്പറ്റിയ തുക നമ്മൾ നോക്കുകയാണെങ്കിൽ റൂറൽ ലോക്കൽ ബോഡീസ് ഗ്രാന്റിലേക്ക് 266.8 കോടി രൂപയാണ് കേന്ദ്രത്തിന്റെ സംഭാവന. സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിലേക്ക് 388 കോടി കഴിഞ്ഞ ജൂലൈയിലും ഒക്ടോബറിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അർബൻ ലോക്കൽ ബോഡി ഗ്രാന്റിലേക്കായിട്ട് 368 കോടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. സെൻട്രലി സ്പോൺസർഡ് ആയിട്ടുള്ള സ്കീംസിന് വേണ്ടിയിട്ട് 8,516 കോടിയോളം കേന്ദ്രം ചെലവഴിച്ചിട്ടുണ്ട്, കേരളത്തിന് നൽകിയിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഒന്നും കണക്കൊന്നും പറയാതെ ഞങ്ങൾക്ക് എപ്പോഴും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പം ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? കാരണം FRBM ആക്ട് പ്രകാരം ഒരു സ്റ്റേറ്റിന്റെ ബോറോയിങ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത്, അതിന്റെ ഒരു സീലിംഗ് എന്ന് പറയുന്നത് 3%. അപ്പം കേരളം എപ്പോഴും ആ ഒരു സീലിംഗിന്റെ മുകളിലേക്കുള്ള ബോറോയിങ് ആണ് കേരളം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സീലിംഗിന് മുകളിലേക്ക് ബോറോയിങ് നടത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ബോറോയിങ് കപ്പാസിറ്റി കുറയ്ക്കുകയാണ്, ബോറോയിങ് സ്പേസ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം നമ്മുടെ മന്ത്ലി ആവറേജ് സ്പെൻഡ് വലിയ രീതിയിൽ കുറയും. അതായത് കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു മന്ത്ലി ആവറേജ് സ്പെൻഡ് കേരളത്തിൻ്റെത് 6,000 ചില്ലാൻ കോടിയാണെങ്കിൽ ബോറോയിങ് കപ്പാസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അത് 700ഓളം കോടി, അങ്ങനെ ഒരു ചെറിയ സംഖ്യയിലേക്ക് ഒതുങ്ങും. അപ്പൊ അവിടെയാണ് പ്രശ്നം വരുന്നത്. അതുപോലും അറിയാതെയാണ് ഈ കാര്യങ്ങളൊക്കെ പ്രൊജക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതിനെ വലിയ രീതിയിൽ ഹൈക്കോടതി തന്നെ വിമർശിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ ആരെയാണ് വിഡ്ഢിയാക്കാൻ നോക്കുന്നത് എന്നാണ് ഹൈക്കോടതി കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്. കാരണം മിസ്മാനേജ്മെന്റ് ഓഫ് ഫണ്ട് അത് പലപ്പോഴും ഉയർന്നു വന്നൊരു വിഷയമാണല്ലോ. വിഷയം മാറിപ്പോകുന്നു. ജോർജ് കുര്യൻ പറഞ്ഞതിന് ശരിയാണോ തെറ്റാണോ എന്ന് ഉള്ളൊരു കൺക്ലൂഷനിലേക്ക് വരും. അല്ല, ജോർജ് കുര്യൻ പറഞ്ഞ കാര്യത്തിനല്ലേ ഞാൻ വിശദീകരണം തരുന്നത്. കാരണം പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ലേ നമുക്ക് ഈ കാര്യത്തെ പറയാൻ പറ്റുക. അല്ല, ജോർജ് കുര്യൻ എന്തുകൊണ്ട് അത് പറഞ്ഞു എന്നതല്ലേ ഞാൻ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ STRFന്റെ മാനേജ്മെന്റ്, ഫണ്ട് മാനേജ്മെന്റ്, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഫണ്ട് മാനേജ്മെന്റ്, CAG റിപ്പോർട്ടിൽ പലപ്പോഴും റിപ്പോർട്ട് ഫയലിങ്ങിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും തന്നതിനെ കുറിച്ചല്ല, തരാത്തതിനെ കുറിച്ചായിരുന്നു കേരളം വിമർശിച്ചുകൊണ്ടിരുന്നത്. തരാത്തത് ഇനി കൂടുതൽ കിട്ടണമെങ്കിൽ കേരളം അവികസിത പ്രദേശമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വരൂ, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞ് ഒന്ന് ഉപസംഹരിക്കൂ. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കേന്ദ്രത്തെ സംബന്ധിച്ച് കേരളത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ബഡ്ജറ്റ് ഇറക്കാൻ പറ്റുമോ? അവർക്ക് എല്ലാ സ്റ്റേറ്റിനെയും ഫോക്കസ് ചെയ്തുകൊണ്ടല്ല ഒരു ബഡ്ജറ്റ് ഇറക്കാൻ പറ്റുക. കേരളം എല്ലാ സ്റ്റേറ്റിനെയും ഫോക്കസ് ചെയ്തില്ല എന്നാണ് വിമർശനം. അപ്പോ നമുക്ക് വരാം. മിഥുൻ, താങ്കളിലേക്ക് തിരിച്ചു വരാം.